ഡയബറ്റിക് റെറ്റിനോപ്പതി. നമുക്ക് ഈ അസുഖം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആദ്യം കണ്ണിന്റെ ബേസിക് ഘടനയെ കുറിച്ചൊന്ന് സംസാരിക്കാം. സർ, ഒന്ന് ബേസിക് ആയിട്ട് എന്താണ് ഈ കണ്ണ്? കണ്ണുകൾക്ക് സാധാരണ 3 ലെയറുകളും 2 അറകളുമാണ് ഉള്ളത്. ഇതിന് ഏറ്റവും പുറമേയുള്ള ലെയറാണ് ഫൈബ്രസ് കോട്ട്. ഇത് കണ്ണുകൾക്ക് അതിന്റെ ഘടനയും അതുപോലെ തന്നെ ഈ നേത്രഗോളത്തിനകത്തുള്ള കണ്ടൻസിന് പ്രൊട്ടക്ഷനും കൊടുക്കുന്ന ലെയറാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഫൈബ്രസ് അതെ ലെയർ. അതെ അതെ ഇതില് സ്ക്ലീറ, കോർണിയ അങ്ങനെ 2 ഭാഗങ്ങളാണ് ഈ ഫൈബ്രസ് കോട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഈ കോർണിയാണ് നമ്മൾ ഈ കറുത്ത നിറത്തിൽ മുന്നിൽ കാണുന്ന അല്ല, കോർണിയ ട്രാൻസ്പെറന്റ് ആണ്. അതിന് പിറകിലുള്ള ഐറിസ് ആണ് നമുക്ക് കറുത്ത നിറത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ലെയറാണ് വാസ്കുലർ കോട്ട്. ഈ ലെയറാണ് കണ്ണുകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ന്യൂട്രീഷൻ നൽകുന്നത്. ഇതിൽ കൊറോയിഡ്, ഐറിസ്, സീലിയറി ബോഡി ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ രണ്ടാമത്തെ ലെയറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് എത്രത്തോളം വെളിച്ചം പോണു വരണു എന്നൊക്കെയുള്ളത് അത് നിയന്ത്രിക്കുന്നത് ഈ ലെയറിൽ പെട്ട ഐറിസ് ആണ്. പ്രകാശം കൂടുതൽ വരുമ്പോൾ അത് ചുരുങ്ങിയിട്ട പ്രകാശത്തിന് നിയന്ത്രിക്കുന്നതൊക്കെ ഈ രണ്ടാമത്തെ ലെയറിൽ ഉൾപ്പെട്ട ഐറിസ് ആണ്. മൂന്നാമത്തെ ലെയറാണ് നെർവസ് ലെയർ. ഈ ലെയറാണ് കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ലെയറാണ്. ഈ ലെയറിലെ ചെറിയ രക്തക്കൊഴലുകളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്.